ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മിനിച്ചർ ബ്ലോഗായിട്ട് വന്നേക്കാണ്. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ സീക്രട്ട് ചാനലാണ് ഡാരിയോസ് ബ്രോ എന്നാണ് കിടക്കുന്നത്. മറ്റേ ചാനലിൽ റുബിക്സ് വേളയിലാണ് വേറെ കൂടെ ചാനലാണ്. ഈ ചാനലിലും ഒന്ന് സബ്സ്ക്രൈബ് അടിച്ചിരുന്നു, ആ ചാനലിൽ സബ്സ്ക്രൈബ് അടിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം സ്പെഷ്യലൊക്കെ ഒന്ന് കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരാൾക്ക് പുറത്തുനിന്ന് കൂടെ കിട്ടിയിട്ടുണ്ട് ഗായ്സ്, അയാളെ കൂടെ കാണിച്ചു തരാം. അതെപ്പോൾ കിട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇവിടെ മഴയൊക്കെ വീഴുന്ന കാലം കാണും. മഴയൊക്കെ ഇവിടെ വീട്ടിലൊക്കെ വീടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തൊക്കെ. ഇവിടെ മഴയൊക്കെ വീട് മൊത്തം വെള്ളമായിരുന്നു, മുങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരാളെ കിട്ടിയതാണ്. കിട്ടിയ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പഴയ മുഷി കിടന്നിട്ട് ടാങ്കിൻ്റെ അകത്തുനിന്നാണ് അതിനെ കിട്ടിയത്. ആ ടാങ്ക് പൊളിഞ്ഞു പോയി, വെള്ളം കയറി പൊളിഞ്ഞു പോയി. അപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളം കയറാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതാണ് ആ മുഷി, ആ സാധനത്തിന്, ആ മീന്. അതായത് ഇത്ര ഉണ്ടാകത്തുള്ളൂ, ആ സാധനം ഇത്ര ഉണ്ടാകത്തുള്ളൂ. നമ്മൾ കോഴി ഒരെണ്ണം മിസ്സിങ് ആണ്, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇപ്പം 2 കോഴിയേ ഉള്ളൂ, ഒരു പെട, ഒരു പൂവനാണ്. ഇവനാണിപ്പോൾ കൂടി നമ്മൾ ഒച്ച മൊത്തം കളഞ്ഞു. ഒരുത്തവൻ തീവനുമാണ്, ഒരുത്തവൻ ഇവനുമാണ്. അപ്പോൾ നമ്മുടെ മീനെയൊക്കെ കാണിക്കും. നമ്മുടെ ആ മീനതിൻ്റെ അകത്ത് ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ഒരു ഗോൾഡ് ഫിഷിനെ അവൻ കൊന്നു കളഞ്ഞു. കാലയിലൊക്കെ ഫംഗസ് പിടിച്ച പോലെ ഇരിക്കണമായിരുന്നു, കടിച്ച് തിന്നതാണ്. നമ്മുടെ വാലൊന്നും ഇല്ലായിരുന്നു. അവർ അതിൻ്റെ ഇപ്പോഴത്തെ കൊണ്ട് കാണുന്നില്ല. ഞാൻ കാണിച്ചു തരാം. ഗോൾഡ് ഫിഷ് കൊടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അടുത്തൊന്നും വിട്ടില്ല, അക്യൂററ്റിലായിരുന്നില്ല. ഇപ്പോൾ 4 ഷാർക്കും ആ വികരനും മാത്രമേ ഉള്ളൂ. മുഷിതായിട്ടുള്ള വികരൻ അവനാണ്. അപ്പോൾ നമ്മുടെ ഗോൾഡ് ഫിഷിനെ ഞാൻ കാണിച്ചു തരാവേ. ഫസ്റ്റ് അവിടെയാണ് ഞാൻ കളഞ്ഞത്. ഇതിൻ്റെ കാലൊക്കെ കണ്ട, വാലൊക്കെ കണ്ട, വാലൊക്കെ കടിച്ച് ഫംഗസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ്റെ തലക്കിട്ടും കടി കൊണ്ടിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ ഇതോടുകൂടി അവനിനി ഷാർക്കുകളെ ആക്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവന് വേണ്ടി എക്സ്ട്രാ ടാങ്ക് ഉണ്ടാക്കുന്നതായിരിക്കും. ആ വീഡിയോ ഉടനെ ഇട്ട് വരുന്നുണ്ടാവും. അവന്മാരാണെങ്കിൽ കൂടി നമ്മുടെ ഇപ്പോൾ ഞാൻ പറയുന്ന ഉച്ച നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന കമ്പനിക്ക് കൂടി ഒച്ച കളഞ്ഞാണ് കേട്ടോ. മുഷി കിടക്കുന്ന ടാങ്ക്, ഇപ്പോൾ ഈ ടാങ്കും അക്യൂറത്തിലാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് 5-6 പൂഞ്ഞാട്ടി കുഞ്ഞിനെ കിട്ടിയായിരുന്നു, അത് നമ്മൾ ഇതിൻ്റെ അകത്തായിരുന്നു ഇട്ടത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു തവളമക്രിയും 2 പൂഞ്ഞാട്ടിയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുളിങ്ങൻ. അതിൻ്റെ അകത്തു നിന്നാണ് നമ്മുടെ മച്ചാനെ കിട്ടിയത്. ഇട്ടപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആശാൻ ഗോൾഡ് ഫിഷിനൊക്കെ ഒന്ന് കളഞ്ഞു. നമ്മൾ മറ്റേ മീനിൻ്റെ കരളും മുട്ടയും അതൊക്കെയാണ് നമുക്ക് കൊടുക്കാറ് സാധിക്കാറ്. മീൻ അടിക്കണമുണ്ട് നമ്മൾ അവന് എക്സ്ട്രാ ടാങ്ക് നമ്മൾ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറ്റിപ്പണി ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ മുഷിയുടെ ടാങ്കിലോട്ട് മാറ്റും. ഷാർക്കിനെയും ചിലപ്പോൾ അവരോട് ഇടത്തുള്ളൂ. ഷാർക്കിനെ ചെയ്താലും നമ്മൾ മാറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മുഷീനെയും മറ്റേമാരെയും കാണിച്ചു തരാം. ആദ്യം നമുക്ക് അകത്തത്തെ മീൻ നോക്കാൻ പോവാം. അപ്പം ഗായ്സ്, ഇതാണ് അവൻ. ബിയറിനെ ഞാൻ കാണിച്ചു തരാം. 4 ഷാർക്കാണ് കിടക്കുന്നത്. ആ ഷാർക്കിൻ്റെ അത്ര ഉള്ള ഒരു ഗോൾഡ് ഫിഷിനെയാണ് അവൻ അടിച്ചത്, ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് കല്ലുകളാണ് കിടക്കുന്നത്. കല്ലിൻ്റെ അപ്പുറത്തായിട്ടാണ് ഈ ആശാൻ നിൽക്കുന്നത്. ഇവിടെ പോയി അതെ ഷാർക്കിൻ്റെ മുട്ടിയിരിക്കുന്നത് ഒരു ബ്രാലും കുഞ്ഞാണത്. ബ്രാലും കുഞ്ഞാണ്, പക്ഷേ ഗോൾഡ് ഫിഷ് അടിച്ചെന്ന് പറയുമ്പോൾ ആരാണെന്ന് എൻ്റെ വിചാരം. ഒരു വലിയൊരു ഭീകരനെ പോലെ അല്ലേ ഗായ്സ്. അപ്പോൾ നമുക്ക് പുറത്തത്തെ നമ്മുടെ മുഷീനെ കൂടെ കാണാം. എത്ര മീനുണ്ടായിരുന്നറിയാമോ? 2 മുഷി ഉണ്ടായിരുന്നു. പെണ്ണിനെ ആരാണ്ട് അടിച്ചോണ്ട് പോയി. പിന്നെ ഇപ്പോൾ എടുത്തവൻ ഇവൻ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, അങ്ങനെ ടാങ്കിൽ ഇത്തിരി വെള്ളം കൂടെ ഫില്ല് ചെയ്യണം. അതുകൂടെ ഞാൻ കാണിച്ചു തരാം. മൊത്തം പായലാണ്. മൊത്തം ടാങ്കിൽ വെള്ളം ഫില്ല് ചെയ്യണമെങ്കിൽ ഈ ഓസ് നമുക്ക് കൊണ്ടുകൊടുക്കണം. ഒറ്റക്ക് എന്നെ കൊണ്ട് നടക്കൂല, അതുകൊണ്ട് ഒറ്റക്ക് നടക്കൂലെന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നടക്കും. വേറെ ആരും എൻ്റെ കൂടെ ഇല്ല പണിഞ്ഞ്. ദൂരെടുക്കാൻ കുറച്ച് നമ്മൾ ഈ അറ്റ അഴിച്ചെടുത്ത് ഞാൻ അപ്പുറത്തെ അച്ഛൻ കൂടെ അഴിച്ചെടുക്കണം. ടാങ്കിലോട്ട് വെള്ളം കയറ്റുന്ന ഓസാണ് അട്രാക്ഷൻ കൊടുത്തിരിക്കണം. നമ്മൾ ഊരെടുത്തിട്ടുണ്ട്. അതെ, ഇത് നമ്മൾ ഇപ്പുറത്തൂടെ എടുക്കണം.
ഞാൻ നോക്കിയാൽ അതിൻ്റെ അകത്തൂടെ വെള്ളം പോണി. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ കൂടെ ഊതിയാലായിരിക്കും പോകണം. നമുക്കൊന്ന് ഊതി നോക്കാതെ. വെള്ളം പോയി. നമ്മൾ ഈ ദിവസം ചെറുതായതുകൊണ്ട് നമ്മൾ പിടിച്ചോണ്ടിരിക്കണമെന്ന് നോക്കണമല്ലോ. ഇത് നമുക്ക് പണി പാളും. ഇപ്പോൾ കേസ് നമ്മൾ വെള്ളം ഓണാക്കി വിട്ടിട്ടുണ്ട്. നമ്മളിതേ വെള്ളം ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പവളം തന്നെയാണ്. ഇവിടം വരെ എത്തത്തില്ലല്ലോ കേസ്. ഇവിടെ നമ്മൾ തുറന്നു വിടാനും അടച്ചു വിടാനും സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നമ്മളിപ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ നിർത്തും. കുറച്ചുകൂടി നേരമേ ഉള്ളൂ വൈകിട്ട് ചെയ്യാനായിട്ട്. ഗൈസ് നമ്മൾ ടാപ്പ് ഓഫ് ആക്കി വേറൊരു രീതിയിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്യാനായിട്ട് പോവാണ്. അത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഗൈസ് അങ്ങനെ ആക്കാനും പറ്റത്തില്ല. കാണിച്ച രീതിയിലാക്കാൻ പറ്റത്തില്ല. എല്ലാവരും നമ്മൾ കുറച്ച് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കാവും. ഒന്ന് പിടിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ.